ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. എവിടേക്കാ പോണേ? ഷിക്കാഗോ. അപ്പോൾ ഇവിടുന്ന് ഒരു 4 hours ഡ്രൈവ് ഉണ്ട് ഷിക്കാഗോയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 5:30 എണീറ്റ് റെഡിയായി. ഇപ്പോൾ ഇവിടുന്ന് ഒരു 6:45 ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മണിക്കൂറിൽ അവിടെ എത്തും. പിന്നെ ടൈം സോൺ ഡിഫറെൻ്റ് ആണ് അവിടെ. അപ്പം അതിനെപ്പറ്റി അജി പറയും. നമ്മളിപ്പം ഒഹായോയിലാണ് ഇരിക്കുന്നത്, സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഒഹായോ വന്നിട്ട് ഈസ്റ്റേൺ ടൈം സോണിലാണ്, ഷിക്കാഗോ വന്നിട്ട് സെൻട്രൽ ടൈം സോണിലാണ്. സോ 1 hour ബാക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 4 hours ഉണ്ട്. ഇപ്പോൾ 6:30 തിരിച്ചാൽ അവിടെ 10:30 എത്തണം. പക്ഷേ ഷിക്കാഗോ ടൈം പ്രകാരം നമ്മളിവിടെ 9:30 എത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വിട്ടുപോയി. നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ അത് പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് അതിനനുസരിച്ച് പ്ലാനൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി പോവുകയാണ്. സോ ലൈഫിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ വന്ന് അജിൻ്റെ കൂടെ ഇതൊക്കെ കണ്ട് ഞാനും ഇപ്പോൾ ഐറ്റിനറി ഒക്കെ റെഡിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഡേ 1ൻ്റെ ഐറ്റിനറി. ഇതിൽ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് സ്കൈ ഡെക്കിലാണ്. ഹോപ്പ്ഫുള്ളി 10:30 അവിടെ റീച്ച് ആവുമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ റെഡിയായി വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും മര്യാദക്ക് ഒന്നും കഴിച്ചില്ല ആക്ച്വലി. അപ്പോൾ പോകുന്ന വഴിക്ക് സ്റ്റാർബക്സ് കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ ഉറങ്ങാതെ ഇരിക്കുമല്ലോ കുറച്ച് സമയം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ളായിട്ട് അജി തന്നെയാണ് ഡ്രൈവിങ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു കോഫിയൊക്കെ വാങ്ങി ഇറങ്ങി. അപ്പോൾ ഞങ്ങളിതാ കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് പോവാണ്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം കോഫി കുടിച്ചിട്ട് പിന്നെ ബാക്കി ഇനി അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. അജി ഇത് എന്താ വാങ്ങിച്ചത്? ഞാൻ വന്നിട്ട് ഹേസൽനട്ട് ഓട്ട് എസ്പ്രസോ ഷേക്ക്. ഞാനൊരു ക്യാപ്പച്ചിനോ മേടിച്ചു. ഞാൻ എവിടെ പോയാലും ക്യാപ്പച്ചിനോ ആണ്. ഈ ദൂരെ കാണുന്നതാണ് ഡൗൺ ടൗൺ. അത് ഫസ്റ്റായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അമേരിക്കയിൽ വന്നിട്ടുള്ള ഒരു സിറ്റി വൈബ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാൻ പോവാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളവിടെ 9:30 സമയപ്പോഴാണ് റീച്ച് ആയത്. ഇവിടെ റീച്ച് ആയതും ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ് അജിയുടെ കൊളീഗ്. അപ്പോൾ ഞങ്ങൾ അവരെ പോയി വിസിറ്റ് ചെയ്ത് അവർ ഒരുപാട് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. ഇവിടെ തന്നെയാണ് അവർ സെറ്റിൽഡ് കേട്ടോ. ഈ ഷിക്കാഗോ ടൗണിൻ്റെ കുറച്ച് ഒരു 5 minutes ഡിസ്റ്റൻസിലാണ് അവർ ലിവ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് ഒരുപാട് ഐഡിയ ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തന്നു. എവിടെയൊക്കെ പോയി കാണാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഭയങ്കര സ്വീറ്റ് പേഴ്സൺ ആയിരുന്നു, നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനുശേഷം നേരെ സ്കൈ ഡെക്കിലേക്ക് പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ ഇപ്പോൾ സ്കൈ ഡെക്കിൽ കയറാൻ പോവാണ്. ഫസ്റ്റ് ഞങ്ങൾ സ്കൈ ഡെക്കിലാണ് ഇന്ന് കയറാൻ പോകുന്നത്. ഒന്നും വലിയ തിരക്കില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ട് കുറെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടുന്ന് നോക്കിയാൽ കംപ്ലീറ്റ് സിറ്റി കാണാൻ പറ്റും. ഇത് അതിനൊരു സൈഡ് മാത്രമാണ്. ഇതിന്റെ അതേ സൈഡും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ഹ്യൂജ് സിറ്റി ആണല്ലേ ഇത്. മിഷിഗൻ നമ്മളിന്ന് ഈ ടൂറാണ് എടുക്കാൻ പോകണം. ഷോർ ലൈൻ സിരയണക്ക് കണ്ട, ഇതൊരു ചെറിയ ഐലൻഡ് കണക്കാണ്. കറങ്ങി ഇങ്ങനെ വരും. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സ്കൈ ഡെക്കിന്റെ ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ്. സോ ഇവിടെ വന്നിട്ട് 103ാമത്തെ ഫ്ലോർ. 103ാമത്തെ ഫ്ലോറിലാണ്. സോ നമുക്ക് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഈ സിറ്റി ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതിന്റെ 4 ഭാഗവും ഗ്ലാസ്സാണ് വരുന്നത്. സോ ഇപ്പൊ സമയം എത്രയായി? നമുക്ക് ഇപ്പൊ വന്നിട്ട് 11:15. ഞങ്ങൾ വരുമ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. ഞങ്ങള് സൺഡേ ബുക്ക് ചെയ്യേണ്ട സാറ്റർഡേ ബുക്ക് ചെയ്യേണ്ടത് ഞങ്ങൾ ഇവിടെ സിറ്റി പാസ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ ആ സിറ്റി പാസിൽ നമുക്ക് ഒരു ഫുൾ ഐറ്റിനറി കപ്പിൾഡ് ആയിട്ട് ഫുള്ളായിട്ട് എടുക്കാം. അപ്പോൾ ഞങ്ങൾ കുറേ പ്ലാൻ എല്ലാം കൂടെ ഒരുമിച്ചൊരു 5 ഇവൻറ്റ്സ് എല്ലാം ഒരുമിച്ചാണ് എടുത്തത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ പ്ലാൻ മാറ്റി ബുക്ക് ചെയ്തതിൽ ഇന്ന് ബുക്ക് ചെയ്തത് ആക്ച്വലി നാളത്തെ റിസർവേഷൻ ആയിപ്പോയി. അങ്ങനെ പിന്നെ ഇവിടെ കാണിച്ചപ്പോഴത്തേക്ക് അവർ പിന്നെ നമുക്ക് ടിക്കറ്റ് അപ്പം തന്നെ തന്നു. കാരണം അധികം ആൾക്കാർ അപ്പം ഇല്ലായിരുന്ന ഷിപ്പ് കുറേ പേര് വന്നു. ഇനി ഇവിടെ ലെഡ്സ് എന്നൊക്കെ പറഞ്ഞൊരിതുണ്ട്, ഫുൾ ഗ്ലാസ് ആണ്. എക്സ്പെഡിറ്റഡ് പാസ്. അത് ആ സിറ്റി പാസിൽ തന്നെ നമുക്ക് ക്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ എക്സ്പെഡിറ്റഡ് പാസ്സാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് വരാൻ. ഇപ്പം നമ്മൾ വന്നിട്ട് ഇവിടെ ടോപ്പിലിരിക്കുകയാണ്. ഇനി നേരെ അങ്ങോട്ട് ലെഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സോ ബേസിക്കലി ഒരു ബോക്സ് കണക്കാണ്, ഗ്ലാസ് ബോക്സ് കണക്ക്. ഇതിൽ നിന്ന് പ്രൊട്രൂഡായി നിൽക്കുന്ന കണക്ക്. നമ്മൾ അതിൽ കയറി നിന്ന് താഴോട്ടൊക്കെ നോക്കാം. അങ്ങനെ ഒരു ഐറ്റം. അപ്പം അങ്ങോട്ട് പോകാം. ഇവിടുത്തെ ബീൻ മിലേനിയം പാർക്കിലെ ബീനിന്റെ ഇതാണ് നമ്മളിപ്പോ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഫ്രിഡ്ജ് മാഗ്നറ്റ്
ചിക്കാഗോ വന്നപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഇവിടുത്തെ ഈ ബിൽഡിങ്ങിന്റെ എല്ലാ ഇതുണ്ടല്ലോ ഇതില് എടുക്കാം. സൂപ്പർ. അപ്പൊ ഇതൊന്ന് ഫിക്സ്ഡ്. ലവ് ആണോ ഉദ്ദേശിച്ചത്? ഇവരെ ഞങ്ങള് ഇവിടെ സ്കൈഡെക്കിൽ ഏറ്റവും മേലെ വന്നപ്പോ പരിചയപ്പെട്ടാണ്. മലയാളിയാണ്. കൊല്ലം. അപ്പൊ ഇവര് ഫാമിലി ഉണ്ടായിരുന്നു. ഹസ്ബൻഡും 2 കുട്ടികളും. ഞങ്ങൾ കൊല്ലം അപ്പൊ എല്ലാരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഞങ്ങളോട് ചോദിച്ചത് നാട്ടിൽ എവിടെയാണ് സ്ഥിരം എല്ലാരും ചോദിക്കുന്നത്. അപ്പം ഓക്കെ ബൈ. താങ്ക് യു. കാണാം. ഓക്കെ അപ്പൊ കാണാം. നമ്മൾ ഇതൊന്ന് ഇതെടുക്കാൻ പോകുന്നു. എടുത്തു. ഇതിലെല്ലാം ഉണ്ട്. ലിസ്റ്റ് അവർ ബീൻ, ഫെറിസ് വീൽ, പിന്നെ ഡയമണ്ട് ഷേപ്പ് ബില്ലിംഗ്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ് ബട്ട് യാ. ഓക്കെ. ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ ഒരു ബർഗർ പറഞ്ഞു. നീ എന്താ പറഞ്ഞ? ഞാനും ബർഗർ തന്നെ. 2 ബർഗർ. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. നമ്മൾ അടുത്ത് എവിടെ പോണത്? മില്ലേനിയം പാർക്ക്. ഇപ്പൊ സ്കൈഡെക്ക് കഴിഞ്ഞു. അതിന് പിക്ചേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ പോയിട്ട് അടുത്ത കുറച്ച് ഫുഡ് കഴിക്കണം. ഭയങ്കര നല്ല വിശപ്പ് കൊണ്ടാണോ ഇനി എന്തുകൊണ്ടെന്ന് അറിയില്ല. ബട്ട് നല്ല ക്രിസ്പി ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു എന്ത് ജ്യൂസാണ് വാങ്ങിച്ചത്? ഡ്രാഗൺ ഫ്രൂട്ട് സംതിങ്. അപ്പൊ ഇത് കഴിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് ചാർജ് ആയിട്ട് പോവാൻ. ഇതാണ് സ്കൈഡെക്ക്. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ പോയത്. ഭയങ്കര ബിസി സിറ്റിയാണിത്. കണ്ടോ, ഇതുപോലെ റിക്ഷകളൊക്കെ കുറേ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഷിക്കാഗോയിലെ ഒരു ഐക്കോണിക് പ്ലേസിലാണ്. ഇവിടെയാണ് മറ്റേ ഷിക്കാഗോയിലെ ബീൻ ദ ക്ലൗഡ് ഗേറ്റ് ഉള്ളത്. കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. ആ ബീനിന്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ബീനിന്റെ ഫൗണ്ടേഷൻ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അത് ക്ലോസ്ഡ് ആണ്. ബട്ട് വി കുഡ് സീ ദ ബീൻ. കറക്റ്റ് എക്സാക്ട്ലി നമ്മളെ മുകളിലാണ്. ബട്ട് യാ നമ്മൾ ദൂരത്തുനിന്ന് ഒരു ഗേറ്റിന്റെ ഇതിൽ കൂടെയാണ് കണ്ടത്. അതെ. ഫുള്ള് പാർട്ടിക്ക് വേണ്ടി എല്ലാവരും റെഡിയായി ഇവിടെ ബാക്കിൽ വെച്ചോണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പാർട്ടി ഫുൾ പാർട്ടി നടക്കാണ്. എല്ലാവരും ഭയങ്കര ഡ്രസ്ഡപ്പ് ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ഈ പാർട്ടിക്ക് കേടുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ അറിഞ്ഞൂടായിരുന്നു നമുക്ക്. അതെ. പഞ്ഞുമുട്ടായി നീല വേണോ പച്ച വേണോ? നോക്കുക ആൾക്കാര് അടിപൊളിയായിട്ട് ഇതൊക്കെ ചെയ്യണം. ആർക്കിടെക്ചർ റിവർ ടൂറിലാണ് ഞങ്ങൾ അടുത്ത് പോകാൻ നിൽക്കുന്നത്. ഇതാണ് ബോട്ട്. മേ ബി ഞങ്ങൾ ഈ ബോട്ടിലായിരിക്കും പോണത്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇപ്പോൾ അടുത്ത ഈ ബോട്ടിലാണ് കയറാൻ പോകുന്നത്. സൈറ്റ് സീയിങ്ങിനാണ് മെയിനായിട്ട്. നമുക്ക് ഫുൾ അല്ലേ ഈ റിവർ വന്നിട്ട് അകത്ത് സിറ്റി കൂടെ അകത്താണ് പോണത്. അപ്പൊ ആ സിറ്റി കൂടെ നമ്മൾ എടുത്തുകൊണ്ട് പോയി നമ്മൾ ഓരോരോ ബിൽഡിംഗ് അതിന്റെ ആർക്കിടെക്ചർ ഒക്കെ പറഞ്ഞ് അങ്ങനെ സൈറ്റ് സീയിങ് ആയിട്ട് ആർക്കിടെക്ചർ ടൂറാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ നേവി പിയറിൻ്റെ അകത്ത് തന്നെ ഫെറിസ് വീൽ ഉണ്ട്. അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി ഒരു ആപ്പ് യൂസ് ചെയ്ത് സിറ്റി പാസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്രസ് ആയിട്ട് അതായത് ക്യൂ ഇല്ലാതെ പോകാൻ പറ്റി. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ആൾക്കാർ കയറി തുടങ്ങുന്നേ ഉള്ളൂ. മേ ബി ഈ ബോട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ബോട്ടിലായിരിക്കും ഞങ്ങൾ പോണത്. ഭയങ്കര ഭംഗിയുണ്ടല്ലേ ഈ വ്യൂ കാണാനായിട്ട്. ഒരു രക്ഷയില്ല.
15 മിനിറ്റിൽ അവർ ബോർഡിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞു കേട്ടോ. 15 മിനിറ്റിലാണ് നമ്മളെ വണ്ടിയിലെ പോണത് എടുക്കുന്നത്. ബോർഡിംഗ് തുടങ്ങും, 5 മണിക്ക് എടുക്കും. സോ നമ്മൾ എത്രയും പെട്ടെന്ന് പോകണോ അത്രയും പെട്ടെന്ന് നമുക്ക് നല്ല സീറ്റ് പോയിരിക്കാം. നമുക്ക് മേലുള്ള സീറ്റ് പോയിരിക്കാം. അതുപോലെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ സൈക്കിള് കിട്ടും. പക്ഷെ ഇതിന് റെന്റ് കമ്പാരിറ്റീവ്ലി ഭയങ്കര കൂടുതലാണെന്നാണ് കേട്ടത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടാണ്. ആൾക്കാരൊക്കെ ഓൾറെഡി ഇതിൽ ഉണ്ട്, ഒരുപാട് ആൾക്കാരായി. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ പോകാൻ പറ്റില്ല, അടുത്ത ട്രിപ്പിലായിരിക്കും. സോ ഇതാണ് നമ്മളുടെ പാസ്. ഇത് കാണിച്ചിട്ട് വേണം നമുക്ക് എൻട്രി കിട്ടാൻ. ഞങ്ങളിപ്പോൾ വെയിറ്റിങ്ങിലാണ്, ക്യൂല് എത്താനായി ഏകദേശം. ഈ ബോട്ട് പോയിട്ട് അടുത്ത ബോട്ടിലായിരിക്കില്ലേ നമ്മൾ പോണ? സെയിം ബോട്ടിൽ ഇതേപോലത്തെ ആയിരിക്കും അവർ പറഞ്ഞത്. നോക്കാം, എനിക്ക് തോന്നുന്നതായിരിക്കും. അല്ലെങ്കിൽ പക്ഷേ ആൾക്കാർ കുറവാണ് കേട്ടോ. അതിലിരിക്കുന്ന ആൾക്കാരെ കാട്ടി ഇതിൻ്റെ ലൈൻ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. മേ ബി നമ്മൾ ഫ്രണ്ടിലായിരിക്കും വരുന്നത്. ഇവിടെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഓൾറെഡി, അടുത്തത് മേ ബി ഞങ്ങളായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും ഇതാ ക്യൂവിൽ നിൽക്കുകയാണ്. ഈ ആൾക്കാരൊക്കെ പോയി ആ സൈഡിലൂടെ ആൾക്കാരൊക്കെ ഇറങ്ങി പോവും. ഈ സൈഡിലൂടെ ആയിരിക്കും ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കോർണറിൽ എടുക്കാനാണ് വിചാരിക്കുന്നത്, കാരണം വ്യൂസ് കുറച്ചുകൂടെ നന്നായിട്ട് ഈ സൈഡോ അല്ലെങ്കിൽ ആ സൈഡോ ആയിരിക്കും. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ കയറി വിചാരിച്ച പോലെ തന്നെ കോർണർ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹാപ്പിയാണ്. പക്ഷെ ഇത്തിരി വെയിലുണ്ട്. പിന്നെ അകത്ത് പോകുമ്പോഴത്തേക്ക് ആ ബിൽഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എന്തുവാണ് ഷെയ്ഡ് കാണുമായിരിക്കാം. പക്ഷെ എന്നാലും സെറ്റാണ്, വേണം സീറ്റ് കിട്ടിയോണ്ട് ഹാപ്പിയാണ്. Actually a transplant from down south. I'm from South Carolina. Anybody ever been? Yeah, no. Oh, okay. Well, very cool. All right. Well, welcome aboard to the 75-minute shoreline sightseeing architecture river tour. Opposite mile is our shopping district here in downtown Chicago. It is full of a ton of swanky places, over 450 retailers like Louis Vuitton, Gucci. ഈ സൈഡിലൂടെ ആയിരിക്കില്ലേ റിവർ വാക്ക്? ഈ സൈഡ് പോവാം. ഈ ഫെറിസ് വീലിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. അപ്പോൾ സൺസെറ്റ് ടൈം നോക്കിയിട്ടാണ് ഞങ്ങളത് ബുക്ക് ചെയ്തത്, കാരണം ആ സമയത്ത് വ്യൂ നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. നല്ല തിരക്കുണ്ട്, തണുപ്പുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു ഒരു സ്ഥലം കിട്ടില്ല. യജമാ നോക്ക്, നമ്മള് മാത്രം. അതും സൺസെറ്റ് ടൈമില് വേറെ തന്നെ വൈബാണ്. കാണിച്ചുതരാം. സൺസെറ്റ് ടൈം. After 100 years, Chicago's front porch continues to open doors to endless excitement. സൺസെറ്റ് ടൈം പക്ക സൺസെറ്റ് ടൈമിൽ കിട്ടിയ ഗോൾഡൻ അവർ. നമ്മൾ ഈ ഒരു ടൈം കിട്ടാൻ തന്നെ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. ലക്കിലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഗോൾഡൻ അവർ. അതും ഒരുപാട് ഹൈറ്റിലാണ് നമ്മളിപ്പോ ഉള്ളത് കേട്ടോ. ഈ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതിന്റെ എല്ലാ സൈഡും നമുക്ക് കാണാൻ പറ്റും. ഫുൾ ലേക്കും പിന്നെ ഇവിടെ റോഡും ഒക്കെ വരുന്നുണ്ട്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play. ഷിക്കാഗോയിലെ ഒരു മസ്റ്റ് ട്രൈ ആണ് ഈ ജോഡിയാനോസ് പിസ്സ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അവിടെയും
we ready? Yeah. So I got 99 problems, but cheese isn't one of them. For the lovely lady, Thank you. for her gentleman. Thank you. No problem. I think she would have preferred the smaller piece because she has smaller after. So I think I will take that one and we can give her that one. And probably, yeah. Thank you. Sorry if I. She's like, you could have waited till you got done recording. Oh, I didn't even see it. There we are. Thank you. അങ്ങനെ അജിക്ക് ഇവിടെ നിന്ന് കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതങ്ങനെ സാക്ഷാത്കരിച്ചു. Have a deep dish pizza. I don't know how we are going to finish this. We're going 4 പേര്. Awesome. So, just in time for the fireworks. പിസ്സ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഫയർ വർക്ക്സ് നടക്കുന്നത്. നല്ല ക്രൗഡഡും ആയിരുന്നു. അങ്ങനെ ഡേ 1 അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ രാവിലെ അല്ലായിരുന്നു ചെക്ക് ഇൻ ചെയ്തത്. എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞിട്ട് രാത്രിയാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. സോ അജി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റൂമും നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു കിട്ടിയത്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായി. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.